ലൈംഗികാരോപണത്തിൽ കുരുങ്ങിയ രാഹുൽ മാങ്കൂട്ടത്തിലിനെ ചൊല്ലി കോൺഗ്രസിൽ ഭിന്നത. രാഹുലിനെ പിന്തുണച്ച കെ സുധാകരനെ തള്ളി കെ മുരളീധരൻ രംഗത്തെത്തി. നിരപരാധിയെന്ന് പറയാൻ അന്വേഷണ റിപ്പോർട്ട് വരണമെന്നും പാർട്ടി നടപടി നേരിടുന്ന രാഹുലുമായി നേതാക്കൾ വേദി പങ്കിടരുതെന്നും കെ മുരളീധരൻ പറഞ്ഞു. രാഹുലിനെ പ്രചാരണത്തിന് വിളിക്കണോ എന്ന സ്ഥാനാർത്ഥികൾ തീരുമാനിക്കട്ടെയെന്ന് കെപിസിസി പ്രസിഡന്റ് സണ്ണി ജോസഫും പ്രതികരിച്ചു. വിലക്കിനിടയിലും പ്രചാരണത്തിൽ രാഹുൽ മാങ്കൂട്ടം സജീവമാണ്. നമുക്ക് അവനെ കുറിച്ച് തർക്കങ്ങളില്ല. അവൻ്റെ പാർട്ടി കോൺഗ്രസ് ആണ്. കോൺഗ്രസ് അവനെ അവിശ്വസിക്കുന്നില്ല. ആര് പറഞ്ഞാലും നമുക്കത് പ്രശ്നമല്ല. കെ സുധാകരന്റെ നിലപാട് തള്ളിയ കെ മുരളീധരൻ നിലപാട് കടുപ്പിച്ചു. രാഹുൽ നിരപരാധിയെന്ന് പറയാനാകില്ല. രാഹുലുമായി നേതാക്കൾ വേദി പങ്കിടരുതെന്നും കെ മുരളീധരൻ പറഞ്ഞു. പാർട്ടി നേതാക്കന്മാരോടൊപ്പം വേദി പങ്കിടാനോ പാർട്ടിയുടെ നടപടിക്രമങ്ങളിൽ പങ്കെടുക്കാനോ അദ്ദേഹത്തിന് അവകാശമില്ല. അദ്ദേഹം സസ്പെൻഷനിലാണ്. ഇപ്പോൾ അന്വേഷണത്തിലാണ്. അന്വേഷണത്തിൻ്റെ റിപ്പോർട്ട് വരട്ടെ. വന്നതിന് ശേഷം പാർട്ടി അക്കാര്യം തീരുമാനമെടുക്കും. രാഹുലിനെ പാർട്ടി വേദികളിൽ പങ്കെടുപ്പിക്കേണ്ട എന്ന നേതൃതീരുമാനം വ്യക്തമാക്കുന്നതായിരുന്നു KPCC അധ്യക്ഷന്റെ പ്രതികരണം. ഇല്ല, സംഘടനാപരമായിട്ട് അദ്ദേഹം ബന്ധപ്പെടുന്നില്ല, ഒരു കമ്മിറ്റിയിലും പങ്കെടുക്കുന്നില്ല. അതൊക്കെ സ്ഥാനാർത്ഥികൾക്ക് അവരുടെ പ്രചരണത്തിന് അവരിപ്പോൾ ഞങ്ങൾക്ക് നിയന്ത്രണമൊന്നും പ്രത്യേകിച്ച് ഏർപ്പെടുത്തിയിട്ടില്ല. പാർട്ടി പരിപാടികളിൽ പങ്കെടുക്കരുതെന്നാണ് നേതാക്കൾ പറഞ്ഞത്. അത് താൻ അനുസരിക്കുന്നുണ്ട്. ഇപ്പോൾ നടക്കുന്നത് തന്നെ MLA ആക്കിയവർക്കായുള്ള പ്രചാരണമാണെന്നും രാഹുൽ പറഞ്ഞു. നേതാക്കന്മാർ പറയുന്നത് സസ്പെൻഷൻ പീരീഡിലുള്ള ഒരാള് പാർട്ടി പരിപാടികളിൽ പങ്കെടുക്കാൻ പാടില്ല. ഞാൻ പാർട്ടി പരിപാടികളിലല്ല പങ്കെടുക്കുന്നത്. എനിക്ക് 2 കാലം കുത്തി നടക്കാൻ കഴിയുന്നിടത്തോളം കാലം ഏത് പദവി ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഞാൻ വീട് കയറിക്കൊണ്ടേയിരിക്കും. രാഹുൽ മാങ്കൂട്ടത്തിൽ ഇപ്പോൾ പാർട്ടിയിലില്ലെന്നായിരുന്നു വിഷയത്തിൽ മുസ്ലിം ലീഗ് ജനറൽ സെക്രട്ടറി PMA സലാമിന്റെ പ്രതികരണം. മീഡിയ 1 കോഴിക്കോട്.